ഈ ജിസേലിനെ ആരിനെ എന്തെങ്കിലും ലാലേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ടോ? ജിസേലും ആരിനെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ലാലേട്ടനങ്ങ് തേനൊഴുകുക. ലാലേട്ടൻ അയ്യോ എന്താണ് പിന്നെ ജിസേൽ എഴുന്നേറ്റ് ലലേട്ടാ ലലേട്ടാ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ ഒരു എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നാൽ ലാലേട്ടൻ ഇവരോട് അങ്ങ് സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകുവാണ്. ഇവരോട് അതുപോലെ തന്നെ ഈ ലെസ്ബിയൻ കപ്പിൾസിനോട് അവരോടും പിന്നെ മഴവില്ലുകളോട് എന്നല്ലേ പറയാൻ പറ്റൂ. ഇവരോട് സ്നേഹം വഴി ഇവരെന്ത് തെറ്റ് ചെയ്താലും അത് ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഇവർക്ക് എന്തും ചെയ്യാം. അനിമോള് കണ്ട കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അനിമോള് നീ തോന്നിവാസം പറയുന്നു, മറ്റേത് മറിച്ചതെന്ന് അനിമോളുടെ തോളേ കയറി. ഇപ്പോൾ ഹൗസ് മേറ്റ്സ് എല്ലാവരും പറയാൻ തുടങ്ങി ലവ് ട്രാക്ക് പിടിച്ചിരിക്കുകയാണ്, ഇവർ കോംബോ കളിക്കുകയാണ് എന്ന്. ഈ ബെഡ്ഷീറ്റിനടിയിൽ കിടന്ന് കുൽസിതങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഇവരുടെ ബെഡ്റൂമിൽ പോയല്ല നമ്മൾ നോക്കുന്നത്. നമ്മളെ ഈ ഒരു ഇതേ കണക്കുള്ള ഒരു വലിയ ഷോയിൽ നമ്മൾ ഹോട്ട്സ്റ്റാറും ചാർജ് ചെയ്ത് നമ്മുടെ കാശും മുടക്കി നമ്മളിരുന്ന് കാണുമ്പോൾ നമ്മളെന്തോ കണ്ണ് അടച്ചു വെക്കണോ? ഇത് എന്താണ്? അപ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻറ്റും പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മളെ എങ്ങനെ നിങ്ങൾ എന്തിനാണ് നോക്കാൻ പോയത് എന്ന് പറയുന്നവന്മാരും സ്വന്തമായിട്ട് കണ്ണങ്ങ് കുത്തിപ്പൊട്ടിച്ചാൽ മതി. ഞങ്ങൾ കാണാനുള്ളത് കാണുകയും ചെയ്യും, ഇതേ കണക്ക് പച്ചയ്ക്കിരുന്ന് പറയുകയും ചെയ്യും, ഇവളെയൊക്കെ നാണം കെടുത്തുകയും ചെയ്യും. അങ്ങനെ കുറേ എണ്ണം അവിടെ ഉണ്ട്. അതിനെല്ലാം ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. പൂമ്പാറ്റകളെന്നും പറഞ്ഞ് കുറച്ച് ചൊറികൾ 2 വട്ടച്ചൊറികളും വന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ലവ് കോംബോ പിടിക്കാൻ വേണ്ടി വേറെ 2 എണ്ണം. ഒന്നിൽ ജിസേൽ അവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ അവിടെ ഇരുന്ന് അഭിലാഷയും നമ്മുടെ സാബുമാനും ഒക്കെ പുറത്തിരുന്ന് ഒനിയലും കൂടി പുറത്തിരുന്ന് ഗ്ലാസ്സിലകത്തൂടെ നോക്കുമ്പോൾ കാണുന്ന രംഗമാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇവർ ലവ് ട്രാക്ക് പിടിക്കുകയാണ്, ഇവളുടെ അടിമയാണ് അവൻ, അവളുടെ പാത്രം കഴുകിക്കൊടുക്കുന്നു, അവളുടെ എല്ലാ ജോലികളും ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സുകൾ, അവളുടെ പേഴ്സണൽ ഡ്രസ്സുകൾ മീൻസ് അടിവസ്ത്രങ്ങൾ വരെ കഴുകി കൊടുക്കുന്നത് അവനാണ് എന്നുള്ളത് അഭിലാഷ് പറയുകയാണ്. നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും എന്നൊക്കെയാണ് അഭിലാഷ് പറയുന്നത്. അത് അകത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ഒരു സോഫയിൽ വന്ന് കിടക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ അഭിലാഷ് അത് പറയുന്നത്. അപ്പോൾ രാത്രി ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ അവർ ഇരിക്കുന്നതും അവർ കിടക്കുന്നതും അതെല്ലാം വളരെ 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 ഇതായിട്ട് ഹൗസ് മേറ്റ്സ് പറയാൻ തുടങ്ങി. ബിന്നി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ബിന്നി റെനിയും കൂടി ഇപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളും പറയാൻ തുടങ്ങി. ഇന്ന് കൺഫ്യൂഷൻ റൂമിൽ ഇവർ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം അനിമോൾ പറഞ്ഞപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ ഓഹോ ഇനി ലാലേട്ടൻ എന്ത് വന്ന് പറയും? അയ്യോ എൻ്റെ പ്ലാസ്റ്റിക് ജിസേൽ അമ്മായി നീ ഭയങ്കര ക്യൂട്ടാണെന്ന് പറയുമോ? ലാലേട്ടൻ്റെ മുഖത്ത് തെളിഞ്ഞു വരുന്ന ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? ഈ സ്ത്രീ ഇരുന്ന് എന്ന് പറയുമ്പോൾ എന്തോ അമ്പളം കുമ്പളോ എന്തൊക്കെ വരുന്നത് വിവരക്കേട് പാടുന്ന ഇല്ല. ആലപ്പുഴയിലുള്ള ഒരു സ്ത്രീയുടെ മകളാണ്. എന്തോ പറയാനാ ദൈവമേ.